ഇതാ തൈലം. ഇന്നു മുതൽ പൂജ തുടങ്ങുകയാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യണം. ഒന്നിനും ഒരു അണുവിട പോലും പിഴയ്ക്കാൻ പാടില്ല. ഒരുപാട് വണ്ണവും തീരെ മെലിയാനും പാടില്ല. അതാണ് സ്ത്രീ സൗന്ദര്യം. വർണ്ണനകൾക്ക് അതീതമാകുമാറായിരിക്കണം. വ്യാസന്റെ നർത്തകി ശില്പം പോലെ വടിവൊത്തതാകണം നീ. ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. നിക്ക, എവിടേക്കാ അണിഞ്ഞൊരുക്കി നടക്കണേ? നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ അണിഞ്ഞൊരുക്കി നടക്കരുതെന്ന്? ഉച്ചത്തേക്ക് കഴിക്കാൻ വല്ലതും കലാക്കിയിട്ടുണ്ടോ നീ? ഞാനൊന്ന് നോക്കട്ടെ. രണ്ട് ദിവസത്തിനുള്ളിൽ പൂജ കഴിയും. പൂജയുടെ അവസാന ദിവസം അയാൾ ഞാനൊരുക്കുന്ന പൂജാക്കളത്തിൽ നിനക്കായി മാത്രം വന്നിരിക്കും. ഇനി മറച്ചു വെച്ചിരിക്കുന്ന ശരീരഭാഗം കാണിച്ച് മോഹിപ്പിക്കണം. എങ്കിലേ കൂടുതൽ നിന്നിലേക്ക് അടുക്കുകയുള്ളൂ. ശരി സ്വാമി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇത് കനലിൽ പുകച്ച് ആ ധൂമഗന്ധം അയാളിലേക്ക് എത്തിക്കണം. സ്ത്രീ ചവിട്ടുന്നത് ഭൂമി അറിയാൻ പാടില്ല. മുഖം വിടർന്ന ചെന്താമര, കണ്ണുകൾ സമുദ്രങ്ങൾ. ഈ പുക അയാളിലേക്ക് എത്തുന്നതോടുകൂടി അയാൾ പാറുവിൽ കൂടുതൽ അടുക്കും. പാഹി മാം ജയ രഘുരാമ.